ആ പയ്യെ വെച്ച് നോക്കി, പയ്യെ ബാലൻസ് ചെയ്ത് പയ്യെ കൈ വിടും, വലിയ വെയിറ്റ് കൊടുക്കാണ്ടിരുന്നാൽ മതി. ഇല്ലടാ സീഡ് കൊണ്ടുപോവാ. ഹലോ, എല്ലാവർക്കും നമസ്കാരം. അയ്യോ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് വിട്ടു. ഒടുവിലെ തട്ടില്ല കേട്ടോ ഉള്ളത്. നമ്മൾ ഓൾറെഡി കുറേ കാണിച്ചിട്ടുണ്ട്, ഒരു വട്ടം കാണിച്ചിട്ടുണ്ട് ഒടുവിലെ തട്ട്. പക്ഷേ രാവിലത്തെ കാഴ്ച ആദ്യമായിട്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. കണ്ടോളി, ഓക്കെ, എന്താ രസമല്ലേ. വീട്ടിൽ നിന്ന് വരുമ്പോൾ ഉമ്മ നല്ല പഴംപൊരിയിലാക്കി തന്നിട്ടുണ്ട്. അത് കഴിച്ചിട്ട് എന്നാ ബാക്കിയുള്ള കാര്യം. ഇവിടെ ഒടുവിലെ തട്ടിലെ വ്യൂ ഒക്കെ കാണാൻ രാവിലെ തന്നെ കുറേ ആൾക്കാർ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അവിടെ നല്ല ചായക്കടിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അവിടെ പോയി ഭക്ഷണം കഴിച്ച്, ഭക്ഷണമല്ല ചായയും കടിയെല്ലാം കുടിച്ചിട്ട് ആൾക്കാർ ഇവിടെ വന്നിട്ട് എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പാൽക്കായം തട്ടിലേക്ക് പോകട്ടോ. വന്ന വഴിക്കെന്തോ പ്രശ്നമുണ്ട്. നമ്മൾ അന്ന് വന്ന വഴി ഇതല്ലായിരുന്നു. പാൽക്കായം തട്ടിലേക്ക് വേറെ വഴിയുണ്ടോ? അതെങ്ങനെ? അത് നല്ല റോഡല്ലേ? അതെങ്ങനെ വരുന്നേ? ഇത് ബാക്ക് സൈഡാ? കുടിയാമലക്കുന്ന് അങ്ങനെ കയറി പോക്കല്ലേ? അങ്ങനെ പോയേ? ഇതെത്തിയാ? എനിക്ക് ഇത്രയേ ഉള്ളൂ. നമ്മളെ ചങ്ങായി പറയുന്നിട്ടല്ലേ, അപ്പോൾ ഇത് തന്നെ എളുപ്പം പോലും. അപ്പോൾ ഇതന്നെ കയറിപ്പോവാ. നമ്മളെ ജിക്സർ അങ്ങനെ ഇതന്നെ കേട്ടാ, ഇതന്നെയാ സെയിം. ഇത് അതല്ല, ഇതന്നെയാ ഞാൻ വന്നത്. ആ റോഡ് കുറച്ച് മോശമായിട്ടുണ്ട്, അത്ര കുഴപ്പമില്ല. പക്ഷെ താഴെ ഇവിടുന്ന് ടാർ ചെയ്തിട്ട് വരുന്നുണ്ട്. 2 മാസം കൊണ്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. നമ്മളന്ന് ആ റോക്കി വഴി ഇറങ്ങിയ സമയത്ത് ഈടെല്ലാം വന്നിട്ട് അത് ഫോട്ടോ എടുത്ത് ആ താഴെ വെച്ചിട്ടുള്ള ഒരു ഫോട്ടോയിലിട്ട് നമ്മളിങ്ങനെ കയറി പോണം കേട്ടോ. ഇപ്പം എൻ്റെ ആ ഒരു സംഭവം എല്ലാം വരും പുറത്ത്. എന്ത് സംഭവം ചോദിക്കും, കഥപ്പൂ ഇതെല്ലാം ആക്കി തുടങ്ങും. ഇപ്പോൾ നല്ല എനർജിയിലുള്ളത്. പാലക്കായം തട്ടി വന്നാൽ ഇതണ്ട ഫ്രെയിം ഇവിടെ വന്നിട്ട് എന്തായാലും ഫോട്ടോ എടുക്കും കേട്ടോ എല്ലാവരും. അത് രസമാണ്. പാലക്കായം തട്ട് ടെൻറ്റ് സ്റ്റേ 1800 കേട്ടോ, നൈറ്റ് ഫുള്ള് ടെൻറ്റ് സ്റ്റേ. സെറ്റാ സംഭവം കേട്ടോ. 2 ബെഡൊക്കെ ഉണ്ട്. 1500 വരുന്നത്. ഇതിൽ ബാത്റൂമും കാര്യങ്ങളെല്ലാം ഉണ്ട്. പിന്നെ രാവിലത്തെ ഫുഡ് ഇവർ കൊടുക്കും. രാത്രി വരുന്ന ഭക്ഷണം അവർ കഴിച്ചിട്ട് വരിക അല്ലേ? വരുന്ന ആൾക്കാർ കൊണ്ടുവരിക അല്ലെങ്കിൽ കഴിച്ചിട്ട് വരിക. പ്രിപ്പയർ ചെയ്യാനും പറ്റും. ഇവിടുന്ന് ഉണ്ടാക്കാനും പറ്റും. ഇവിടുന്നുള്ള വ്യൂ നോക്കിക്കാം. ഇത് നമ്മൾ വരുമ്പോൾ പരിചയപ്പെട്ട പിള്ളമാരൊക്കെയാണ്. ഇതൊരു പൾസറിലാണ് വന്നത്. ഞാൻ നോക്കുമ്പോൾ പൾസർ ആടെ വെച്ചിട്ട് നടന്ന് കയറാൻ നിൽക്കുന്ന നടന്നെനിക്ക് ഉപ്പാടെ ഇളകുമാണ്. ഇവർ കാസർഗോഡ് കേട്ടാ. ഇത് സംഭവം തൂക്കുപാലം കേട്ടാ. തൂക്കുപാലത്തിൻ്റെ കൂടെ നടന്നിട്ടിരുന്നുണ്ട്. ഇവരെല്ലാം ശരിക്കും ആറളം കൊണ്ട് പോണം. എന്തായിരിക്കും അവസ്ഥ? നടക്കുന്നില്ല. ഇതെല്ലാം അടിപൊളി തൂക്കുപാലല്ലേ, എന്നിട്ട് നടക്കാൻ ഭയങ്കര പേടിയാ. ആറളം കൊണ്ടുപോയിക്കാൻ എന്തായിരിക്കും അവസ്ഥ ഇവരെല്ലാം? ഇതെങ്ങനെ എങ്ങനെ റേറ്റ് വരുന്നത് കയറാൻ വേണ്ടിയിട്ട്? ഇതിപ്പോൾ ഫുൾ പാക്കേജ് ആണ് 250 രൂപ വരും. ഫുൾ പാക്കേജിന് 250 രൂപ. ഈ ബ്രിഡ്ജ് മാത്രമാണെങ്കിൽ 100 രൂപ. ബ്രിഡ്ജ് മാത്രമാണെങ്കിൽ 100 രൂപ. പിന്നെ ഇതിനുള്ളിൽ ഒരു 10 ഐറ്റം വരുന്നുണ്ട് ബ്രിഡ്ജ് കൂട്ടാണ്ട്. അതൊരു 5 എണ്ണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്താൽ അതിനും 100 രൂപ ആകും. അത് ശരി. 5 എണ്ണം ചെറിയത് അല്ലേ? കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു റൈഡിലെല്ലാം കയറാൻ വേണ്ടിയിട്ട് പോയത് കേട്ടോ. അപ്പോൾ
നമ്മുടെ ചങ്ങായി, നിങ്ങളുടെ പേരാണ് അഖിൽ. ഇല്ല കേട്ടോ, അഖിലിൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. കനവക്കുന്ന്. ടോപ്പെല്ലാം വലിച്ചിട്ട് എന്നെ കൊല്ലാൻ കൊണ്ടുപോകുന്നേട്ടാ. ഞാനെന്താ വല്ല പട്ടിയാണോ പറ്റാ അറക്കം കൊണ്ടുപോയി. ഞാൻ നേരത്തെ പറഞ്ഞത് തിരിച്ചെടുത്തിട്ടാ. ആറളയില്ല, അത് ഒന്നല്ല, ഇത് ഭയങ്കരമാണ്. അങ്ങോട്ട് പോകുമ്പോൾ നല്ല പേടിയുണ്ട്. പക്ഷെ അവിടെ ഐറ്റം എല്ലാം കൂടിയിട്ട് വരുന്നുണ്ട്, നല്ല പേടിയുണ്ട്. പൊളി, അടിപൊളി. സംഭവം പൊളിയാട്ടോ. നമുക്ക് കെട്ടുമ്പോൾ തന്നെ ഔട്ടാണ്. ഗ്യാപ്പിലൂടെ കാലങ്ങ് പോയിട്ടുണ്ടെങ്കിൽ തൂങ്ങിക്കിടക്കാം ഇങ്ങനെ. കാണുമ്പോൾ അയ്യോ നല്ലതായിരിക്കും, പക്ഷെ ബന്ദ് ചെയ്ത് നോക്കണം കേട്ടോ, എന്നാലേ മനസ്സിലാവും. ഞാനിപ്പോൾ ആ ടീമില്ലേ, അവരെ മേലെ നിന്ന് വരുമ്പോൾ ഞാൻ കൗണ്ടർ അടിച്ചിന് ഈ പാലത്തിൻ്റെ അതിലോട്ട് നടക്കുന്നത്, കേട്ടല്ലേ നിങ്ങൾ? അപ്പോൾ അതിൻ്റെ മേലെ കയറി കഴിഞ്ഞുള്ള അവസ്ഥ അത് വേറെ തന്നെ ഒരു കഴിവാണ്. ശരിക്കും രാവിലെ ഒരു 5-6 മണിക്കെല്ലാം വന്നിട്ട് നല്ല സൂര്യ ഉദിച്ച് വരുന്ന സമയമില്ലേ, ആ സമയം വന്നിട്ട് ചെയ്യണം, നല്ല രസമായിരിക്കും അല്ലേ? 6 മണിയാട്ടോ ഇവർ ഓപ്പണിങ് ടൈം. അങ്ങനെ അടുത്തയിൽ എന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഇവന് ഇതന്നെയാ പണിയെന്ന് തോന്നുന്നു, എന്നെ ഇങ്ങനെ കൊണ്ടുപോകല. താഴെ നിന്ന സമയത്ത് മുകളിലെല്ലാം കയറിപ്പോകാനെല്ലാം തോന്നിയിട്ടുണ്ട്, പക്ഷെ എൻ്റെ മേലെ കയറി കഴിയുമ്പോൾ അവസ്ഥയാവും. എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? സംഭവം പൊളി, അടിപൊളി. തീർച്ചയായിട്ട് മാത്രം നമ്മുടെ കാല് ഏത് ബാലൻസ് ചെയ്യാൻ പറ്റും ആ കാലെടുത്ത് ചവിട്ടുക. അപ്പം ഇതൊരു പോക്ക് പോകും, കുറച്ചൊരു ആടി നിൽക്കും ഇങ്ങനെ. ഇത് ഭയങ്കര സംഭവമാണ്, ഇത് ഭയങ്കര റിസ്ക്കാണ്. ഇത് ആടി നിന്ന് കഴിഞ്ഞിട്ട് അടുത്ത കാലെടുത്ത് അടുത്ത കട്ടയെ വെച്ച് കഴിഞ്ഞ് മാത്രം കൈ മാറ്റി പിടിക്കാവൂ. എന്താ ബാലൻസ് ചെയ്യാം, ശരിക്കും ബാലൻസ് ചെയ്യാം. അത് ഈ കട്ടയിൽ ആടി നിൽക്കും, ആടി വന്നിട്ട് അടുത്ത നോയിക്കോ എന്താന്ന് ചെയ്യാൻ പോകുന്നത്. ഒരു കാലം വെക്കാൻ പറ്റില്ല. ആ, ഒരു കാലം വെക്കത്തുള്ളൂ. ബാലൻസ് ചെയ്യാം, ശരിക്കും ബാലൻസ് ചെയ്യാം. തിരിച്ചറിയാൻ പറ്റൂല. അടുത്ത കാലത്ത് പയ്യെ വെക്ക്, പയ്യെ. ഞാൻ പിടിച്ചേരാം അടുത്ത പിടി. എടാ ആ പയ്യെ വെച്ച് പയ്യെ ബാലൻസ് ചെയ്ത് പയ്യെ കൈ വിടും, വലിയ വെയിറ്റ് കൊടുക്കാണ്ടിരുന്നാൽ മതി. എടാ കണ്ണാ, ആ ഇറങ്ങണ്ട, പൂർത്തിയാക്കാം, അതിന് പണിയുണ്ട്. ചേട്ടൻ ഇത് പിടിച്ചാൽ ഞാൻ പിടിച്ചു കൊടുക്കാം. ഈ കട്ട പിടിച്ചു കൊടുത്താൽ മതി. എന്നാ വീഡിയോ ഒരു വഴിയേ മാസ്ക് ഇട്ടോണ്ട് എക്സ്പ്രഷൻ മനസ്സിലാവില്ല.
നല്ലോണം പിടിച്ചത്. ഇവിടെ ഒന്നുമില്ല, ഇങ്ങ ആടി പോരാ. എക്സ്പീരിയൻസ് കൂടി പറഞ്ഞിട്ട് മച്ചാനില്ലെങ്കിൽ താഴത്തെ മച്ചാനില്ലെങ്കിൽ ഞാൻ വീണ്. ഈ പുള്ളിയാ തന്നെ ഹെൽപ്പ് ചെയ്തത് താഴത്തിന്. നോക്കിക്കോ കേറുന്നേ, നോക്കടാ. ഞാനൊക്കെ എന്താണ് ഒന്നുമല്ല. തമാർപ്പാടാറിൽ ഇതുപോലത്തെ ടാസ്ക് ഒന്നും കൊടുക്കണം. നമ്മള് ഫ്ലവർ ഷോ അല്ലേ, ഫ്ലവർ ചാനലല്ലേ. സ്റ്റാർ മാജിക് ഇങ്ങനത്തെ സാധനം പോയെല്ലാം കൊണ്ടുപോവാ. ഓ പോളി ചങ്ങായി. സീനില്ല, കൈവിട്ട് നടക്കലൊരു സീനാണ്. നല്ലോണം ചെറുക്കി, നല്ല ചെറുക്കി. തിരിച്ച് അങ്ങോട്ട് ഞാനില്ല. ആ വാ, ഈ ചങ്ങായിക്ക് എന്തെങ്കിലും ഒരു അവാർഡൊക്കെ കൊടുക്കണം കേട്ടോ. ഇത് നോക്കിയോ പോകണ്ട, എന്ത് മനുഷ്യനാന്ന് പോയി. ഈ പുള്ളിക്കാരൻ സംഭവം കേട്ടോ. നേരത്തെ പറഞ്ഞ ഡയലോഗ് പറഞ്ഞ ശരി മുത്തില്, ശരി മുത്തില്, അങ്ങോട്ട് അടുത്ത സംഭവം ഇതാ. ഞാൻ അവിടെ ഒപ്പം താഴ്ന്ന് പിടിച്ചാൽ ഊനല്ല കേട്ടോ. നോക്കണം, ഇതും നോക്കണം. എടീ പലകല്ലോ നല്ല ഉറപ്പായിട്ടുള്ള സാധനം ജയിക്കൂലേ. നടുക്കോട്ടായിട്ട് കാല് വെക്കുന്നത് നല്ല. ഇതാ ഈ സംഭവം കണ്ടില്ല അല്ലേ? സംഭവം ഈ ഇവിടെ വരണം കേട്ടോ, എല്ലാവരും വരണം കേട്ടോ, എൻജോയ് ചെയ്യണം വന്നിട്ട്. മനു എന്തായാലും കാണാം കേട്ടോ, നമ്മള് പോകണം. ഓക്കെ ബൈ. അപ്പോൾ എന്നെയും വെയിറ്റ് ചെയ്ത് നമ്മളെ കാസർഗോഡ് പിള്ളേരൊക്കെ ഉണ്ട്. എന്താ അറിയോ, അവർക്ക് ഞാൻ എല്ലായിടത്തും കൊണ്ടുപോകാൻ എനക്കെന്നെ അറിയില്ല പോയി. എന്നിട്ട് ഞാൻ കുറേ ബീമ്പളൊക്കെ ആടെ പോവാ ഇവിടെ പോകാന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് നോക്കാമല്ലേ, പിള്ളേരുടെ അഭിപ്രായം കൂടി കാണാം. എൻ്റെ അഭിപ്രായം വന്നിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ്. നമ്മളിവിടുത്തെ വേറൊരു സുഹൃത്താട്ടോ, വേറെന്നാ ശ്രീരാട്. ഓ കണ്ട കുടിയാമല്ല. എന്തായാലും നമ്മളെ ഇനി ഗൺ ഷൂട്ടിന് പോയാ കേട്ടോ, നോക്കല്ലോ എങ്ങനെ ഉണ്ടോ. നല്ല വീറ്റ് കേട്ടോ. എന്താ മോനല്ലേ എയർ ഗണ്ണിൽ പെല്ലറ്റ്, ബുള്ളറ്റ് എന്നല്ല പെല്ലറ്റ് ലോഡ് ചെയ്തിട്ടുണ്ട്. മിസ്സായി. എന്താ പറയാ, ഒരു രസമല്ലേ അല്ലേ? ഈ ഹോൾസിൻ്റെ ഉള്ളിലോട്ട് നോക്കണം. ഇവനത് പൊട്ടിക്കുന്നു. ഓ 3 കിലോ എനിക്ക് ലാഭം. ഞാൻ ഇതെന്തായാലും പൊട്ടിച്ച് ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. നമ്മളൊന്നും ഒന്നുമല്ല, ഇവന്മാരെല്ലാം ടപ്പേ പറഞ്ഞിട്ട് പൊട്ടിക്കും. ഞാൻ ഒന്നും പൊട്ടിച്ചില്ല, നിങ്ങൾ കണ്ടില്ല. ഏതെങ്കിലും ഒരാൾ പൊട്ടിക്കും. ഇവിടെ ഫുള്ള് വെയിറ്റ് കൊടുക്കും സാധനത്തിൻ്റെ. ഓ പൊട്ടിച്ച്. എന്തായാലും ഐഡിയ ഉള്ള കേട്ടാ. ഇങ്ങനത്തെ എക്സ്പീരിയൻസ് എല്ലാം ചെയ്യണം കേട്ടോ എല്ലാവരും വന്നിട്ട്. എന്ത് രസമല്ലേ. അപ്പോൾ നമ്മൾ 5 എന്ന് പറഞ്ഞിട്ട് ഒന്നും കൂടി കൊടുക്കുന്നുണ്ട്. എന്തായാലും നമ്മളെ പയ്യന്മാർ, ഞാൻ അത് പൊട്ടിക്കണേ, ഉറപ്പാണേ. ഇവിടെ ഫുള്ള് വെയിറ്റ് കൊടുക്കേ.
പൊട്ടുന്നില്ല. ഞാൻ പേടിപ്പിച്ചിട്ടുണ്ടോ? കുഴപ്പമില്ല, എന്തായാലും കുഴപ്പമില്ല, അടിപൊളി. അങ്ങനെ പാൽക്കായം തട്ടുന്ന് നേരെ നമ്മൾ പോകാൻ പോകുന്നത് ഏരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് കേട്ടോ. അവിടെ പോയിട്ട് അവിടുത്തെ കാര്യങ്ങൾ എന്തെന്ന് നോക്കല്ലേ. അടുത്ത വീഡിയോ ഏരക്കുണ്ട് വെള്ളച്ചാട്ടം. അപ്പോൾ നമ്മൾ ഈ പാൽക്കായ തട്ടിലെ കാഴ്ചകൾ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി നല്ല നല്ല വീഡിയോസ് അങ്ങോട്ട് വരാനുണ്ട്. അവിടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.